ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എൻ്റെ വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്, എന്താണ് കഴിക്കുന്നതെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ കഴിക്കുന്ന സാധനം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ നമ്മളെടുത്തൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഒരുപാട് പേര് മറക്കുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പറയുന്നത്. ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതേ രാവിലെ എണീറ്റ ഉടനെ അല്ല, കുറേ നേരം കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്ക് ബാക്കി കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പ് കിച്ചൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ദേ സ്കൂളൊക്കെ തുറക്കുന്നുണ്ട്. കുറച്ച് യൂണിഫോം അലക്കാനും വേണ്ടിയിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ഒന്നും കൂടെ ഒന്ന് അലക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ദേ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യം എന്ന് പറയുമ്പോൾ അതുപോലെ ജീരകം, കടുക് ഇതുപോലെയുള്ള സംഭവമൊക്കെ സ്പ്രൗട്ട്സ് ആക്കി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള അറിയില്ല. ജീരകം അതിന് വേണ്ടിയിട്ടല്ല, ജീരകം എടുക്കുന്നത് പെരുംജീരകമാണ്. അതിൻ്റെ ചെടി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊക്കെ പറിച്ച് കഴിക്കാനും പിന്നെ അലങ്കാര ചെടിയായിട്ട് വെക്കാനും ഒക്കെ നല്ല അടിപൊളി സംഭവമാണ്. നമ്മൾ മുമ്പ് ഒരു 2-3 വർഷം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുറച്ച് സ്പ്രൗട്ട്സ്, കമ്പ്, വിറക് ഇതുപോലെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ഞാൻ സ്പ്രൗട്ട്സ് ആക്കാനും വേണ്ടിയിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് വയ്ക്കുകയാണ്. പിന്നെ ഇത് വന്നിട്ട് വെള്ളക്കടല, നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഭവമാണ്, സൂപ്പർ ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനിതേ വെള്ളത്തിൽ ഒക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി 6 മണിക്കൂറോ 8 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു നനഞ്ഞ തുണിയിൽ മുളകെട്ടാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്ന് ഞാൻ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ. ഞാനിതേ കെറ്റിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി അത് ചൂടായിക്കോളും. ഇവിടെ ഓൾവേസ് നമുക്ക് ചൂടുവെള്ളം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം. ഇന്നത്തെ നമ്മുടെ ചായ. ഓരോരുത്തരും ഓരോ ചായകൾ കുടിക്കില്ല. ഞാൻ സാധാരണ ചായ കുടിക്കാറില്ല. എപ്പോഴെങ്കിലും ഇതുപോലെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെയുള്ള ചായകളാണ് ഉണ്ടാക്കുക. ഈ ശംഖുപുഷ്പത്തിൻ്റെ ഫ്രഷ് ഇലകളാണ് പൂവിൻ്റെ ആ ഒരു ഇതളാണ് ഞാൻ കാണിച്ചത്. ഇതിൻ്റെ ഡ്രൈ കിട്ടും. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇത് വന്നിട്ട് ഒരു 5-6 പൂവ് ഞാൻ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കളർ ഇങ്ങനെ ഇറങ്ങുന്ന കണ്ടില്ലേ, നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇതിൻ്റെ കളർ ഇതെങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള നല്ലൊരു കളർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ടീ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ മുട്ട പുഴുങ്ങാനും വേണ്ടിയിട്ട് ഇടുകയാണ്. ഇതിപ്പോൾ നോർമലായിട്ടുള്ള ഒരു മുട്ട പുഴുങ്ങലല്ല, കുറച്ചൊന്ന് സ്റ്റൈലാക്കാമെന്ന് വിചാരിച്ചു. സ്റ്റൈലല്ല, ഇതുപോലെ ഒരു ട്രേ കിട്ടിയിട്ടുണ്ട് നമ്മൾ മുട്ട പുഴുങ്ങാനിടുന്ന ഈ ഒരു സംഭവത്തിൽ. അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ആ ട്രേയിലേക്ക് ഞാൻ കുറച്ചൊന്ന് നെയ്യ് തടവിയിട്ടുണ്ട്. എന്നിട്ട് എഗ് വൈറ്റ് വേറെ, മഞ്ഞ വേറെ ആയിട്ടാണ് കേട്ടോ ഞാനിതിലിപ്പോൾ ചെയ്യുന്നത്. അതുപോലെ 2 ബോക്സിലാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ റാനക്കുട്ടിക്ക് അവർക്ക് മഞ്ഞ ഇഷ്ടം ഉണ്ടാവില്ല. റാനക്കുട്ടി എൻ്റെ കൂടെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ 2 ഇതാക്കി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതവിടെ വെച്ച് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. അപ്പോഴേക്കും എനിക്ക് ബാക്കിയുള്ള എൻ്റെ സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഡിഷ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി വന്നിട്ട് നമ്മൾ ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ, പാൽ കൊടുക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുന്നൊരു സംഭവമാണ്. നന്നായിട്ട് നമുക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ചെറിയുള്ളി. അതുകൊണ്ട് ഞാനിത് ഫുള്ളായിട്ട് ചെറിയുള്ളിയിലാണ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഇതേ ചെറുപയർ മുളപ്പിച്ചതാണ്. ഇന്നത്തെ മെയിൻ ഫുഡ് ഇത് തന്നെയാണ് കേട്ടോ. നമുക്ക് വയറ് നിറയോ വിശക്കൂലേന്നൊക്കെ തോന്നലുണ്ടാവും, പക്ഷെ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് നന്നായിട്ട് വയറ് നിറയുകയും ചെയ്യും. നമ്മുടെ കുഞ്ഞിന് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല പാല് കിട്ടുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ ഒരു 2-3 ദിവസം നമ്മൾ മുളകെട്ടി വെച്ച ആ ഒരു ചെറുപയറാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ചെയ്ത് വെച്ചതല്ല, എൻ്റെ അമ്മ ചെയ്തത് അവിടെ ബാലൻസ് ഉണ്ടായപ്പോൾ കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് മതി, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ആണെങ്കിൽ അത് മതി കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഞാൻ ഈ ചെറുപയറില്ല ഉള്ളിയും നമ്മുടെ പച്ചമുളകും ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അഗാറോൻ്റെ ഈ ഒരു ഹാൻഡ് ബ്ലെൻഡറിലാണ് ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇത് വാങ്ങാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല സംഭവമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ചെറിയ കുഞ്ഞതായിട്ട് അടിച്ചു കിട്ടും. പിന്നെ അതിൽ നമുക്ക് വേറെയും കുറേ സംഭവങ്ങൾ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതേ ഉള്ളി നന്നായിട്ട് വഴണ്ടു ശേഷം ചെറുതായിട്ടൊന്ന് വഴണ്ടു ശേഷം നമ്മുടെ ചെറുപയറും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് വേവിക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അങ്ങനെ സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിലർ വിചാരിക്കും മുളപ്പിച്ചത് അധികം ടേസ്റ്റ് ഇല്ലാന്ന്, അങ്ങനെയല്ല, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴേക്കും ഇതേ നമ്മുടെ മുട്ട ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ബുൾസേ പോലെ ഹാഫ് വേവോ കാര്യമോ ഒന്നല്ല, ഫുള്ളായിട്ട് വെന്ത് വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ടീയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ചിയാ സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നമുക്ക് വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ചൂടുണ്ടാവും. ബ്യൂട്ടിഫുൾ അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനത് സെർവ് ചെയ്യാണ്. ഇതിൽ വന്നിട്ട് മുട്ട നമുക്ക് സാധാ പോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് ചീകി ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ കടല എന്തെങ്കിലും ഇതിലേക്ക് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നന്നായിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ എന്നുള്ള നിലക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ടീയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതും മറ്റതും കൂടെ കഴിക്കുമ്പോഴേക്കും വയറ് അത്യാവശ്യം നന്നായിട്ട് ഫില്ലാവും. പിന്നെ ഇതേ നമ്മുടെ ടീയിലേക്ക് കുറച്ച് മധുരത്തിനും വേണ്ടിയിട്ട് ഞാൻ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറുപയറിലേക്കും ചെറുതായിട്ട് തേനിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല എരിവ് ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു എരിവും മധുരവും ഒക്കെ കൂടെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അത് നിർബന്ധമൊന്നുമല്ല കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ടീയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ തേൻ ഒഴിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു കളർ കണ്ടില്ല മാറിപ്പോയി. ബോട്ടിലുള്ളതും ഗ്ലാസ്സിലുള്ളതും മാറിയിട്ടുണ്ട്. തേനില്ലാതെയും നമുക്ക് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒന്ന് കമൻറ്റിലൂടെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. അത് യൂസ്ഫുൾ ആണ്. ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു വീഡിയോസ് എനിക്ക് ചെയ്യാൻ വലിയ കഷ്ടമില്ല. നമ്മൾ ഫുൾ വ്ളോഗൊക്കെ എടുക്കുമ്പോഴാണ് കേട്ടോ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇന്ന് ജസ്റ്റ് ഈ ഒരു റെസിപ്പി മാത്രമായിട്ട് ഇട്ടത്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.